നമോവാകം. ഈ സുതാര്യം സുധീരനൊന്നും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. കോൺഗ്രസ് നേതാവായ ശങ്കരനെയല്ല, ഈഴവനായ ശങ്കരനെയാണ് നടേശഗുരു പ്രതിഷ്ഠിച്ചത്. ശ്രീനാരായണ ഗുരു ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചെങ്കിൽ പ്രഥമ ശിഷ്യനായ നടേശഗുരു ഈഴവ ശങ്കരനെ പ്രതിഷ്ഠിക്കുന്നതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസ്സുകാർക്ക് എന്നിട്ടും അരിശം തീരുന്നില്ലെങ്കിൽ ഈഴവ ശങ്കരനെ സ്ഥാപിച്ചതിൻ്റെ മറുവശത്ത് ഇനിയും സ്ഥലമുണ്ട്. അവിടെ ഒരു കോൺഗ്രസ് ശങ്കരനെ സ്ഥാപിക്കുന്നതിൽ ആർക്കാണ് എതിർപ്പ്? തൊട്ടടുത്ത് PT ചാക്കോയുടെ പ്രതിമ കൂടി സ്ഥാപിച്ചാൽ അവർക്ക് പുതിയൊരു അച്ചുതണ്ടുണ്ടാക്കാനും കഴിയുമായിരുന്നു. തീർന്നില്ല. ശങ്കർ RSSകാരനായിരുന്നോ എന്നതാണ് ഒടുവിലത്തെ തർക്കം. ഏറ്റവും കൂടുതൽ തുരന്നെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ പത്മശ്രീക്ക് പരിഗണിക്കുന്ന രാജഗോപാൽ പറയുന്നത് ശങ്കർ ജീവിച്ചിരുന്നെങ്കിൽ സംഘപരിവാരങ്ങളെ നയിച്ചേനെ എന്നാണ്. രാജഗോപാൽ ഏതെങ്കിലും തുരന്നെടുപ്പിൽ ജയിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയായേനെ എന്ന് പറയുന്നത് പോലെ തന്നെ. എന്തായാലും മനുഷ്യനേക്കാൾ പ്രാധാന്യം പ്രതിമകൾക്ക് നൽകുന്ന എല്ലാ പ്രതിമ മനുഷ്യർക്കുമായി ഇന്നത്തെ കാഴ്ചകൾ സമർപ്പിക്കുന്നു. കസേര മോഹപക്ഷികളുടെ രണ്ടാം ഭാഗം സോളാർ പൂക്കൾ വിടർന്നപ്പോൾ പ്രേക്ഷകരിലേക്ക് മുഖ്യമന്ത്രി കസേരയ്ക്കായി ചെന്നിത്തല ഗാന്ധിയുടെ കത്തും കുത്തും. ഈ കസേര കണ്ട് പനിക്കേണ്ടെന്ന് അതിവേഗം ചാണ്ടി. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം. Statue of Chief Minister of Kerala. ശങ്കിച്ചും തർക്കിച്ചും മറ്റൊരു പ്രതിമ കൂടി അനാച്ഛാദനം ചെയ്തു. ആഘോഷത്തോടെ നിർമ്മിച്ച പ്രതിമകൾ മാലിന്യ കൂമ്പാരങ്ങളായി. പ്രതിമകൾ നാടുനീളെ വേണമെന്ന് കാക്കക്കൂട്ടം. ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി എന്നതാണ് ഇപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അസഹിഷ്ണുതയുടെ പേരിൽ രാജ്യത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ എതിർക്കുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം മുഖ്യമന്ത്രി കാണിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒഴിവാക്കിയതിൽ അഭിമാനമുണ്ട് എന്നൊരു കത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് കൊല്ലത്ത് നടന്ന പ്രതിമാ ചടങ്ങിലേക്ക്. Now I invite Honorable Prime Minister Shri Narendra Modi to unveil the statue of Chief Minister of Kerala. Now I invite Honorable Prime Minister Shri Narendra Modi to unveil the statue of Chief Minister of Kerala. ഒരു പ്രതിമയുടെ പേരിൽ പ്രതികരിച്ച് പ്രതിമയായി തീർന്ന എല്ലാവർക്കും വേണ്ടി ഇനി ഇതിലും ആഘോഷമായി സ്ഥാപിച്ച മറ്റു ചില പ്രതിമകളിലേക്ക്. പ്രതിമകളെ പ്രതികരിക്കാനാവാതെ വെറും നോക്കുകുത്തികളാവാനായി ഈ തെരുവോരത്തു നാട്ടിയതോ നിങ്ങളെ. നിങ്ങൾ ഉണർത്തിയ നാടിന്നു നിങ്ങളെ ഉറക്കുന്നു. ബന്ധനപ്പുടവകൾ നിങ്ങൾക്കു നൽകുന്നു. നിങ്ങളുടെ ഉറങ്ങുന്ന കണ്ണുകളിൽ ചരിത്രത്തിന്റെ സ്മാരകശിലകൾ തെളിഞ്ഞു കത്തുമ്പോൾ നിങ്ങൾ ലോകത്തിനു നൽകിയ പ്രൗഢവചനങ്ങൾ തിരയുയർത്ത സാഗര തിരശീലയിൽ തട്ടിപ്രതിധ്വനിക്കുമ്പോൾ തെരുവിൽ പുഴുക്കൾ പ്രണയവും വിരഹവും
കപടനാട്യങ്ങളും ലാർവയ്ക്കുള്ളിൽ നിർലജ്ജം കെട്ടിയാടുന്നു. പ്രതിമകളെ നിങ്ങൾ മോക്ഷപ്രാപ്തി കൊതിക്കുന്നുവോ? പ്രതിമകളെ നിങ്ങൾ മറ്റ് പ്രതിമകളുടെയൊക്കെ ബന്ധുമിത്രാദികൾ ക്ഷമിക്കണം, സമയപരിമിതി കൊണ്ടാണ് എല്ലാം പ്രദർശനത്തിന് വയ്ക്കാത്തത്. ഊ ഗ്രൂപ്പ് നേതാവായ മുഖ്യമന്ത്രി അതിവേഗം ചാണ്ടി പ്രധാനമന്ത്രിക്ക് സങ്കടക്കത്തെഴുതുമ്പോൾ സോണിയാഗാന്ധിക്ക് സംഘടിച്ച് കത്തെഴുതുകയാണ് ചേ ഗ്രൂപ്പ് നേതാവായ ചെന്നിത്തല ഗാന്ധി. ഒന്നും അറിയാത്ത പോലെ കാലം കഴിക്കുകയാണ് സു ഗ്രൂപ്പ് നേതാവ് സുതാര്യം സുധീരൻ. കസേരയിൽ കണ്ണുനട്ടുള്ള കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഊളിയിടുന്ന രാഷ്ട്രീയ പരമ്പര തുടങ്ങുകയായി. കസേര മോഹപക്ഷികളുടെ രണ്ടാം ഭാഗം സോളാർ പൂക്കൾ വിടർന്നപ്പോൾ. ஒவ்வொரு பூக்களுமே சொல்கிறது வாழ்வென்றால் போராடும் போர்க்களமே. ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം, ഓ നീലമച്ചുള്ള കൂടാരം, നീലിപ്പെണ്ണിന്റെ കൊട്ടാരം, ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ. ഞാൻ ഈ മന്ത്രിസഭയിലേക്ക് ഇല്ല. അതിവേഗം ചാണ്ടി അധികാരമേറ്റ നാളു മുതൽ ചെന്നിത്തല ഗാന്ധിക്ക് അധികാരം ഒരു വിങ്ങലായി. ഞാൻ ഒരു KSU പ്രവർത്തകനായി രാഷ്ട്രീയം ആരംഭിച്ച ഒരാളാണ്. വർഷങ്ങളായി KSU രംഗത്തും യൂത്ത് കോൺഗ്രസ് രംഗത്തും കോൺഗ്രസ് രംഗത്തും എൻ്റെ പ്രവർത്തനമുണ്ട്. കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പല പദവികളും എന്നെ തേടി വന്നത്. ഞാൻ ഒരു പ്രത്യേക ട്രെയിനിങ്ങോ ഒരു പ്രത്യേക സാഹചര്യമോ ഒന്നും അല്ല എന്നെ ഒരു പൊതുപ്രവർത്തകനാക്കിയത്. പൊതുപ്രവർത്തനത്തിലേക്ക് സ്വയം ഒഴുകിയെത്തി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിക്കുള്ള ആ ഒരു ഇടം ആര് വിചാരിച്ചാലും അത് തകർക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും ജനമനസ്സുകളിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ കഴിയില്ല. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. യാമിനി തങ്കച്ചിയുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം ഏറ്റെടുത്തപ്പോൾ ചെന്നിത്തല ഗാന്ധി വീണ്ടും മോഹിച്ചു. ഞാൻ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തിലാണ് CMനെ കണ്ടിരുന്നത്. അദ്ദേഹവും കൂടെ ചേർന്നാണ് എന്നെ ഇപ്പം ചീറ്റ് ചെയ്തിരിക്കുന്നത്. യാമിനി നടത്തിയുള്ള വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി തന്നെ വഞ്ചിച്ചു എന്ന് പരസ്യമായി കുറ്റപ്പെടുത്തിയിരിക്കുക. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. തൊട്ടു പിന്നാലെ സൂര്യകാന്തി പൂക്കൾ വിടർന്നു. അതിനൊപ്പം ചെന്നിത്തല ഗാന്ധിയുടെ മോഹപ്പൂക്കളും. സൂര്യകാന്തി പൂച്ചിരിച്ചു, അതിൽ നിന്റെ സ്വർണ്ണമുഖബിംബം ലയിച്ചു.
സരിതയും ബിജുവും ചാണ്ടിയും കൂടി നാട് കട്ടുമുടിക്കുന്നേ. ഇവര് നൽകുന്ന ഈ വിശേഷണങ്ങളൊക്കെ എനിക്കൊരു അലങ്കാരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് മുഖ്യമന്ത്രി രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തന്നെ ഉത്തരവിടണം. വെറുതെ മോഹിക്കുവാൻ മോഹം. മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ വീണ്ടും ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാമല്ലോ. ഞാൻ എന്തിനു രാജിവെക്കണം? സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ആരിരാരോ രാരിരോ, ആരിരാരോ രാരിരോ. സരിതയുടെ താരാട്ടിൽ മയങ്ങിയവർ ഉണർന്നപ്പോൾ സംഭവിച്ചതെന്ത്? ആവശ്യത്തിന് കക്കൂസില്ലാതെ ഉപരോധ സമരം അവസാനിപ്പിച്ചത് എന്തുകൊണ്ട്? 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 അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി തേടിയ ചെന്നിത്തല ഗാന്ധിയുടെ പുതിയ നീക്കം എന്താകും? 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 കരുണാകരനെ മുന്നിൽ നിന്നു കുത്തിയ ചെന്നിത്തല ഗാന്ധി അതിവേഗം ചാണ്ടിയെ പിന്നിൽ നിന്നു കുത്തുമോ? അതോ ചാണ്ടി കുഴി തോണ്ടുമോ? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത 100 ചോദ്യങ്ങൾക്കുത്തരവുമായി സോളാർ പൂക്കൾ വിടർന്നപ്പോൾ. തുടർ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9:30 നിങ്ങളുടെ മാതൃഭൂമി ന്യൂസിൽ മാത്രം.